മോഹൻലാൽ പൃഥ്വിരാജ് ചിത്രം എമ്പുരാനെതിരായ വിദ്വേഷ പ്രചാരണം തുടരുകയാണ്. എമ്പുരാന്റെ സെൻസറിംഗിൽ ബോർഡിലെ RSS നോമിനികൾക്ക് വീഴ്ച പറ്റിയതായി BJP യോഗത്തിൽ വിമർശനമുയർന്നു. അതിനിടെ പൃഥ്വിരാജിനെതിരെ തുടങ്ങിയ സൈബർ ആക്രമണം ഒരു ദിവസം പിന്നിട്ടപ്പോൾ മോഹൻലാലിലേക്ക് നീളുന്നു. ആദ്യം RDX റാപ്പ് കാണാം 59 സെക്കൻഡിൽ. ഗുജറാത്ത് കലാപവും ഹിന്ദുത്വ വർഗീയ പാർട്ടിയുടെ കേരളത്തിലേക്കുള്ള കടന്നുവരവും പരാമർശിക്കുന്ന എമ്പുരാനെതിരെ സംഘപരിവാറിന്റെ ബഹിഷ്കരണ ആഹ്വാനം തുടരുന്നു. സിനിമ ഹിന്ദുക്കൾക്കെതിരാണ് എന്നാണ് പ്രചാരണം. ബുക്ക് ചെയ്ത ടിക്കറ്റുകൾ റദ്ദാക്കിയതിന്റെ സ്ക്രീൻഷോട്ടുകൾ പങ്കുവയ്ക്കുന്നതും തുടരുന്നു. നേതാക്കൾക്ക് കടുത്ത എതിർപ്പ്. അനുഭാവികളുടെ വിമർശനം വെറുപ്പിന്റെ ഭാഷയിൽ. പൃഥ്വിരാജിനെതിരെ ആരംഭിച്ച ഹേറ്റ് ക്യാമ്പയിൻ മോഹൻലാലിന് നേരെയും തിരിഞ്ഞു. കേട്ടാൽ അറയ്ക്കുന്ന ഭാഷ കൊണ്ട് സാമൂഹിക മാധ്യമ ഫീഡുകൾ മലീമസമാകുന്നു. അതിനിടെ സിനിമയ്ക്ക് പിന്തുണയുമായി സാമൂഹിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരും രംഗത്തെത്തി. കേരളത്തിനെതിരെ വെറുപ്പ് പ്രചരിപ്പിച്ച കേരള സ്റ്റോറി അടക്കം സിനിമകൾ പിന്തുണച്ച സമൂഹ മാധ്യമ പ്രൊഫൈലുകളാണ് ഗുജറാത്ത് കലാപത്തിലെ മുസ്ലിം വംശഹത്യ പരാമർശിക്കുന്ന ചിത്രത്തിനെതിരെ തിരിഞ്ഞിരിക്കുന്നത്. ഇന്നു ചേർന്ന BJP കോർ കമ്മിറ്റി യോഗത്തിലാകട്ടെ സെൻസർ ബോർഡിലെ RSS നോമിനികൾക്കെതിരെയും വിമർശനമുയർന്നു. RDX റാപ്പ് ന്യൂസ് മലയാളം. ഈ നിലയ്ക്കൊരു വിദ്വേഷ പ്രചാരണത്തിൻ്റെ ഒരു സൈബർ ആക്രമണത്തിൻ്റെയൊക്കെ ഒരു ആവശ്യം ഈ ഘട്ടത്തിലുണ്ടോ? പ്രത്യേകിച്ച് ഇത് മലയാള സിനിമയുടെ ചരിത്രമായി മാറുന്ന ഒരു സിനിമയാണ്. ആദ്യ ദിവസത്തെ ഇപ്പോൾ തന്നെ ഏറ്റവും ഒടുവിൽ എത്തിയിരിക്കുന്ന കണക്കനുസരിച്ച് ഇതിൻ്റെ വസ്തുത പരിശോധിക്കേണ്ടതുണ്ട്. പക്ഷേ 43 കോടി രൂപയാണ് എമ്പുരാൻ്റെ ഓവർസീസ് കളക്ഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ അത്രയും വലിയ വിജയമായി മാറുന്ന ഒരു സിനിമ, മിഡിൽ ഈസ്റ്റിലൊക്കെ ഏറ്റവും അധികം തള്ളിക്കയറ്റം ഉണ്ടായിരിക്കുന്ന ഒരു സിനിമ, ആ സിനിമയ്ക്കെതിരെ ഇങ്ങനെ സംഘടിതമായ ഒരു ആക്രമണം നടത്തേണ്ടതുണ്ടോ? മാത്രമല്ല ഈ മോഹൻലാൽ അടക്കമുള്ള മലയാളത്തിൻ്റെ അഭിമാനമായ നടന്മാർക്കെതിരെ കൂടി ആ നിലയ്ക്ക് ഒരു ആക്രമണം ഉണ്ടാവേണ്ട സാഹചര്യം ഇതിലുണ്ടോ? നിശ്ചയമായിട്ടും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് നമ്മൾ ഇന്നലെ വിശദമായിട്ട് എമ്പുരാൻ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് എടുക്കുകയാണ്. ഇന്നലെ വിശദമായിട്ട് ഈ കാര്യങ്ങൾ പറഞ്ഞു. ഇതിനകത്ത് വളരെ സെൻസിബിൾ ആയിട്ടുള്ള അഭിപ്രായം പറഞ്ഞ ആൾ MT രമേശാണ്. അദ്ദേഹം പറഞ്ഞത് സിനിമയുടെ വഴിക്ക് പോകും. ആദ്യം തന്നെ ഈ പ്രശ്നമൊക്കെ ഉണ്ടാകുമ്പോൾ സിനിമയുടെ വഴിക്ക് പോകും. ഗോത്ര വിഷയമൊക്കെ ഒരുപാട് ചർച്ച ചെയ്താണ്. അതിനുശേഷവും ഞങ്ങൾ അധികാരത്തിലെത്തിയാണ്. അതുകൊണ്ട് ഞങ്ങൾ അതിനെ മൈൻഡ് ചെയ്യുന്നില്ല എന്ന് അദ്ദേഹം പരസ്യമായിട്ട് പറഞ്ഞു. അതായിരുന്നു കൃത്യമായിട്ടുള്ള നിലപാട്. ഇന്നെനിക്ക് പുതുതായിട്ട് കിട്ടിയൊരു വിവരം, അല്ലെങ്കിൽ പുതുതായിട്ട് നമ്മൾ പറയാനുള്ളൊരു വിവരം എന്താണെന്ന് വെച്ചാൽ, ഈ BJP കോർ കമ്മിറ്റി യോഗത്തിനകത്ത് RSS കാരായിട്ടുള്ള സെൻസർ ബോർഡ്. അപ്പോൾ അതിനകത്ത് ഒരു വിവരം പുതുതായിട്ട് നമുക്ക് കിട്ടി. ഈ സെൻസർ ബോർഡിനകത്ത് RSS അംഗങ്ങളുണ്ട് അല്ലേ? അല്ല, അതവർ സമ്മതിക്കില്ല. അവർ നാളെ പരസ്യമായിട്ട് പറയില്ല. ഇന്നിപ്പോൾ വാർത്ത എല്ലാ മാധ്യമങ്ങളിലും കണ്ടു. പക്ഷേ RSSകാരായിട്ടുള്ള, അതിപ്പോൾ അവർക്ക് പറയാൻ പറ്റില്ലല്ലോ ഞങ്ങൾ RSSകാരായിട്ടാണ് അതിനകത്ത് ഇരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ആളുകൾ കാര്യമായിട്ട് നോക്കുന്നുണ്ട്. പക്ഷേ ഇനി RSSകാരായിട്ടുള്ള അംഗങ്ങൾ ഉണ്ടെങ്കിൽ, ഹർഷ, ഞാനും BJPയുടെ കൂടെയാണ്. RSSകാരായിട്ടുള്ള അംഗങ്ങൾ അവിടെ ഉണ്ടെങ്കിൽ അവർക്ക് പറ്റാത്തൊരു സിനിമ സർട്ടിഫൈ ചെയ്ത് വളരെ കൂളായിട്ടൊക്കെ വിട്ടത് അവരുടെ ഉത്തരവാദിത്വം എന്ന വീഴ്ചയാണ് എന്ന് നമ്മൾ പറയണം. അത്രയേ ഉള്ളൂ. ഞാനതിനോട് യോജിക്കുന്നില്ലെങ്കിൽ അവരുടെ ഉത്തരവാദിത്വം അതാണെങ്കിൽ അവരത് നോക്കിയില്ല. അപ്പോൾ ഈ സിനിമ കണ്ടില്ലേ, സിനിമ കണ്ടപ്പോൾ ഇതിങ്ങനെ ഞങ്ങളെ അധിക്ഷേപിക്കുന്നതാണ് എന്ന് തോന്നൽ അപ്പോൾ അവർക്ക് ഉണ്ടായില്ല. രസകരമായ കാര്യം സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ അവർ വളരെ ഉദാരമതികളായിരിക്കും. അതെ, സോഷ്യൽ മീഡിയയിലൊക്കെ നോക്കിയാൽ അതിലെ പ്രധാനപ്പെട്ട കാരണങ്ങളായി പറയുന്നത്, ഇപ്പോൾ മോഹൻലാലിനെ വളരെ സ്നേഹിച്ചിരുന്ന ഒരു വലിയ സംഘം തന്നെയാണ് ഇപ്പോൾ എതിർക്കുന്നത് കേട്ടോ. അതിന് കാരണമായി പറയുന്നത്, ഇപ്പോൾ അയോധ്യയിൽ ബാബറി മസ്ജിദ് എന്ന സ്ഥലത്ത് ക്ഷേത്രം പണിതു, രാമക്ഷേത്രം. ആ രാമക്ഷേത്രത്തിൻ്റെ പൂജാവേളയിൽ അവിടേക്ക് മോഹൻലാലിനെ ക്ഷണിച്ചു, പക്ഷേ അദ്ദേഹം വന്നില്ല. അതിപ്പോഴോർത്താണ്, അതേക്കുറിച്ച് പറഞ്ഞാണ് ഒരാക്രമണം നടക്കുന്നത്. അതുപോലെ തന്നെ ഇവർ രണ്ടുപേർക്കെതിരെ, അവർക്ക് മുരളി ഗോപിക്കെതിരെയും പൃഥ്വിരാജിനെതിരെയുമുള്ള ആക്രമണം സജീവമാണ്. ഇതിൽ എനിക്ക് ഏറ്റവും സങ്കടം എന്താണെന്നറിയാവോ? നമ്മുടെ ആന്റണി പെരുമ്പാവൂരിനെതിരെ നടക്കുന്ന ആക്രമണമാണ്. കാരണം ഒരേ സമയം ഇത് എന്താണ് ചെകുത്താൻ സേവയാണ് നടത്തുന്നത് എന്ന് സഭയുടെ ആരോപണം കൂടിയുണ്ട്. അതും ഏറ്റുവാങ്ങണം ആന്റണി പെരുമ്പാവൂർ എന്നതാണ് അവസ്ഥ. എന്തായാലും സിനിമ വിജയത്തിലേക്കാണ് പോകുന്നത്. അത് വിജയിക്കട്ടെ. ഈ ആരോപണങ്ങളൊക്കെ ഇങ്ങനെ കാറ്റിൽ പൊലിഞ്ഞു. ഒരു കാര്യം ഇന്നലെ ഞാൻ പറഞ്ഞാണ് കേട്ടോ. അതായത് BJPക്കാർ സംഘപരിവാരത്തിന്റെ അനുകൂലമായിട്ടുള്ള അണികൾ എതിർത്ത എല്ലാ പടങ്ങളും വിജയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഭയക്കാനില്ല. അത് മാത്രമല്ല, വേണമെങ്കിൽ ഈ പ്രശ്നം ഇനിയിപ്പോൾ അടുത്ത സിനിമ വരുമ്പോൾ ഇതിന്റെ ഇത് തിരിച്ച് ലൂസിഫറിന്റെ 3ാം ഭാഗം വരുമ്പോൾ വേണമെങ്കിൽ സിനിമ ആയതുകൊണ്ട് മാറ്റാവുന്നതേ ഉള്ളൂ. കാശ്മീർ ഫയൽസ്, ജാവ, ദ സമർബതി റിപ്പോർട്ട്, ഇതെല്ലാം ഈ അടുത്ത കാലത്തിറങ്ങിയ പ്രൊപ്പഗാൻഡ സിനിമകളാണ്. ലവ് ജിഹാദ് എന്ന നട്ടാൽ കുരുക്കാത്ത നുണയിൽ തീർത്ത കേരള സ്റ്റോറി എന്ന സിനിമയ്ക്ക് കുട പിടിച്ചവരാണ് ഇപ്പോൾ എമ്പുരാനെതിരെ തിരിഞ്ഞിരിക്കുന്നത്. കേരളത്തെ ആകെ അപമാനിച്ച ആ സിനിമയ്ക്ക് ഈ നാട്ടിൽ സ്പെഷ്യൽ ഷോകൾ ഉണ്ടായപ്പോൾ പോലും ആരും എതിർത്തില്ല.
ആവശ്യമുള്ളപ്പോൾ ഉപയോഗിക്കാനും അല്ലാത്ത സമയത്ത് മടക്കി അട്ടത്ത് വയ്ക്കാനുമുള്ളതല്ല ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന വാക്ക്. കേന്ദ്ര ഭരണത്തിന് കൂടി ഇഷ്ടപ്പെടുന്ന ചില പ്രത്യേക പ്രമേയങ്ങൾ മാത്രം വൻ ബജറ്റ് സിനിമകൾക്ക് ഏറെയും പ്രമേയമാകുന്ന ഈ കാലത്ത് ഗുജറാത്ത് കലാപം പരാമർശിച്ച ഒരു സിനിമ എടുക്കുന്നത് പൃഥ്വിരാജ് എന്ന കലാകാരൻ്റെ ധൈര്യമാണ്. ഇന്ന് തുടങ്ങിയതല്ല പൃഥ്വിരാജിനോടുള്ള സംഘപരിവാറിൻ്റെ നീരസം. ജനഗണമനയിലും വാര്യംകുന്നൻ എന്ന സിനിമ ആലോചനയിലുമെല്ലാം ആ വ്രണം മുറിപ്പെട്ടിരുന്നു. ഇത്തവണ പക്ഷേ പതിവില്ലാതെ അതിലേക്ക് മോഹൻലാൽ എന്ന പേര് കൂട്ടിച്ചേർക്കുന്നു എന്ന് മാത്രം. പക്ഷേ എതിർപ്പിങ്ങനെ ഏറുംതോറും സിനിമയ്ക്ക് പൊതുസമൂഹത്തിൽ നിന്ന് പിന്തുണയും ഏറുന്നുണ്ട്. 100 കോടിയോട് അടുക്കുകയാണ് സിനിമയുടെ ആദ്യ 2 ദിവസത്തെ ഗ്രോസ് കളക്ഷൻ എന്നുകൂടി RDX ഓർമ്മിപ്പിക്കുന്നു.